നമസ്കാരം. മണ്ഡലം ചുറ്റി ഞങ്ങൾ മഹിളകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലമ്പുഴയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനോടൊപ്പമാണ്. അപ്പോൾ അങ്ങയെ സംബന്ധിച്ച് ഈ മണ്ഡലം പുതിയതല്ല. അതെ, ഞാൻ 16-ലും 21-ലും ഇവിടെ മത്സരിച്ചുകൊണ്ട് പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് ഈ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഇവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. മണ്ഡലത്തിന് എന്നെ പരിചയപ്പെടുത്തേണ്ട, വോട്ടർമാർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട, അവരുടെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജം ഉണ്ടാകുമല്ലോ, അത് ഈ തിരഞ്ഞെടുപ്പിലും താങ്കളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മലമ്പുഴയിലെ ജനങ്ങൾക്ക് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ് ജീവിക്കുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ 2016-ലും 21-ലും അത് സാക്ഷാൽ VS-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് എല്ലാ കാലത്തും. അവിടെ പോലും ഒരു കുത്തനെ വോട്ട് ഷെയറിലുണ്ടായ കൂടുതൽ നന്നായിട്ട് വോട്ട് പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ 2 തവണയും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിവാദ വിഷയങ്ങൾ വരുന്നു. അതായത് എലപ്പള്ളിയിൽ ഇപ്പോൾ ബ്രൂവറി, ഞങ്ങളിങ്ങനെ വരുമ്പോൾ എലപ്പള്ളി കണ്ടപ്പോൾ പറയുമായിരുന്നു ബ്രൂവറി വിഷയമൊക്കെ. അത് എത്രത്തോളം NDAക്ക് ഗുണകരമാകുമെന്നാണ്? എലപ്പള്ളിയിലെ ബ്രൂവറി വിഷയത്തോടൊപ്പം തന്നെ അത് എലപ്പുള്ളിയെ സംബന്ധിച്ചോളം കനത്ത ചൂടാണ് പാലക്കാട്. ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു പ്രദേശത്താണ് ബ്രൂവറി ദിനം പ്രതി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഒരു ബ്രൂവറി വരുന്നത്. ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചോളം അവർ വലിയ ആശങ്കയിലാണ്. കർഷകരെ സംബന്ധിച്ചോളം, നിലപ്പുള്ളിക്കാരെ സംബന്ധിച്ചോളം ഈ ബ്രൂവറി എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഇടത് വോട്ടുകളുടെ ഒരു വിള്ളൽ ഉണ്ടാക്കി അത് NDAയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ പരിശോധിക്കുക. ഞാൻ 2011-ൽ ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിലുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. 12 പേരുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 29 പേര് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. CPM 38 വർഷം ഭരിച്ച അകത്തേത്തറ പഞ്ചായത്ത് ഇത്തവണ ഞങ്ങൾ ഭരിക്കുന്നു. മലമ്പുഴ ഒരു സീറ്റിലാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. 7 വോട്ടിന് ഞങ്ങളൊരു സീറ്റ് പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു. എലപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന പ്രതിപക്ഷം ഇന്ന് BJP ആണ്. ഞങ്ങൾ നല്ല പ്രകടനമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഒരു കാര്യം വിട്ടുപോകാൻ പാടില്ലല്ലോ, നമ്മൾ VS-നൊപ്പം എപ്പോഴും സന്തത സഹചാരിയായി നടന്നിരുന്ന സുരേഷാണ് ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രയുക്ത ചോദിച്ചതുപോലെ ഇടതുകോട്ടയിൽ ഒരു വിള്ളൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ. അപ്പോൾ അത് NDAക്ക് ഗുണകരമാകുമോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും NDAക്ക് ഗുണകരമാവുള്ളൂ. കാരണം ഈ മലമ്പുഴയിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ UDF അപ്രസക്തമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിലും അവർ കഴിഞ്ഞ ഇതിൽ അവരെ പ്രാദേശികമായിട്ടുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരാളെ മത്സരിപ്പിച്ചത്. അനന്തകൃഷ്ണന് പോലും 35,000-ത്തിലധികം വോട്ട് ലഭിച്ചിട്ടില്ല. VS-ന്റെ കൂടെ 15 വർഷക്കാലം VS-ന്റെ സന്തത സഹചാരിയായി നടന്ന ആൾക്ക് അന്ന് VS-നോട് പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കായിരുന്നു, ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം പരിഹരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ വികസന കാര്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തിയിട്ട് അത് മുന്നോട്ട് വെച്ചും വോട്ട് ചോദിക്കുന്നുണ്ടാകും അല്ലേ? അതെങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ന്യായമായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്താ ഒരു മനുഷ്യന്റെ? കുടിവെള്ളം. 8 പഞ്ചായത്തുകളിലും ഞാൻ ചാലഞ്ച് ചെയ്യാം, 8 പഞ്ചായത്തുകളിലും ഏതെങ്കിലും പ്രദേശത്തെങ്കിലും കുടിവെള്ളക്ഷാമം ഇല്ലയെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയട്ടെ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി. ഈ പഞ്ചായത്ത് നടപ്പിലാക്കാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഏതായിരിക്കും? ഒന്ന് ഈ നിലവിലുള്ള ജൽജീവൻ മിഷൻ പദ്ധതി, പിന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, വികസനം കൂടുതൽ കൊണ്ടുവരും. ഇതെല്ലാം മുന്നോട്ട് വെച്ചാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് അടുത്ത സ്ഥാനാർത്ഥിയെ കാണാനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.